നേരിൽ കാണുമ്പോഴുള്ള മനോഹാരിതയ്ക്കപ്പുറം ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അതിലുണ്ട്. മെഴുകുകൊണ്ടുള്ളതെങ്കിലും അങ്ങേയറ്റം ജിയോസുറ്റ ആ മുഖം മൂടി നോക്കി നിൽക്കുമ്പോൾ ധനേഷിന് തോന്നി. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അതൊന്നെടുത്ത് സ്വന്തം മുഖത്ത് വെച്ച് നോക്കിയതാണ്. മുഖം പൊള്ളുന്നതുപോലെയാണ് ധനേഷിന് അനുഭവപ്പെട്ടത്. അല്പനേരത്തേക്ക് ഊരി മാറ്റാൻ പറ്റാത്ത വിധം അത് മുഖത്തോട് ഒട്ടിച്ചേരുകയും ചെയ്തു. മെഴുകുരുകി സ്വന്തം മുഖചർമ്മത്തിനുള്ളിലേക്ക് അലിഞ്ഞു ചേരുന്നതിന് സമാനമായിരുന്നു ആ വേദന. പൊള്ളലിനൊപ്പം ആരുടെയോ ഉറക്കെയുള്ള അലർച്ചയും അവൻ്റെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ മുഖം മൂടി വേർപെടുത്താൻ കഴിഞ്ഞ ശേഷമാണ് അതിനെല്ലാം ശമനമുണ്ടായത്. അതെടുത്ത് മാറ്റിയ ഉടനെ ധനേഷ് ആദ്യം നോക്കിയത് കണ്ണാടിയിലേക്കാണ്. മുഖത്ത് പൊള്ളൽ മൂലം വൈരൂപ്യം സംഭവിച്ചു കാണുമെന്ന ഭയം ഉണ്ടായിരുന്നെങ്കിലും കണ്ണാടിയിൽ കണ്ട സ്വന്തം പ്രതിബിംബം അവനെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അതിശയിപ്പിക്കുക കൂടി ചെയ്തു. ആ പൊള്ളലും അലർച്ചയും വെറും തോന്നലാണ് എന്ന് കരുതാൻ കഴിയാത്ത വിധം യാഥാർത്ഥ്യമായാണ് അനുഭവപ്പെട്ടത്. മുഖത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ധനേഷ് വിരലുകൾ കൊണ്ട് മുഖം ഒന്ന് തടവി നോക്കി. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതിൽ അവൻ ആശ്വസിച്ചു. പക്ഷേ ധനേഷ് അറിയാത്തൊരു മാറ്റം അതിനോടകം അവൻ്റെ ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ധനേഷ് പുതുനെല്ലൂർ എന്ന ആ നാട്ടിലേക്ക് പോകുന്നത്. അവിടെ നടക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ പണിയുടെ സൈറ്റ് സൂപ്പർവൈസറായിരുന്നു ധനേഷ്. സ്വന്തം നാട്ടിൽ നിന്നും 70 കിലോമീറ്റർ ദൂരെയാണ് പുതുനെല്ലൂർ എന്നതുകൊണ്ട് നിത്യവും പോയി വരിക സാധ്യമല്ല. അതുകൊണ്ട് സൈറ്റിലെ പണിക്കാരുടെ സഹായത്തോടെ ധനേഷ് ആ നാട്ടിൽ ഒരു താമസ സ്ഥലം തരപ്പെടുത്തി. പുഴയുടെ തീരത്തുള്ള ഒറ്റപ്പെട്ട വലിയൊരു വീട്. മനോഹരമെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ കുറവുകൾ വീടിനുണ്ടായിരുന്നു. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പുഴ. കിഴക്ക് ഭാഗം കൃഷിയൊന്നുമില്ലാത്ത റബ്ബർ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. പുഴയിൽ വെള്ളം ഉയരുന്ന സമയങ്ങളിൽ വീടിൻ്റെ പിൻഭാഗം വരെ നല്ല രീതിയിൽ വെള്ളമെത്തുമെന്നതുകൊണ്ട് വീട്ടുടമ മറ്റൊരു സ്ഥലത്തേക്ക് വീട് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നാളുകളായി ആൾതാമസമില്ലാതെ കിടക്കുകയായിരുന്നു ആ വീട്. അത്രയും വലിയ വീട് തനിക്ക് ആവശ്യമില്ലായിരുന്നെങ്കിലും വാടക കുറവായിരുന്നതുകൊണ്ടും അവിടെ നിന്നും സൈറ്റിലേക്ക് അധിക ദൂരമില്ല എന്നതുകൊണ്ടും തന്നെ ആ വീട് മതിയെന്ന് ധനേഷ് തീരുമാനിക്കുകയായിരുന്നു. വീട്ടുടമ പണിക്കാരെ വെച്ച് വീട് വൃത്തിയാക്കിയതിൻ്റെ അടുത്ത ദിവസം ധനേഷ് ആ വീട്ടിലേക്ക് താമസം മാറി. അധിക സമയവും സൈറ്റിൽ തന്നെയായിരുന്നു എന്നതിനാൽ ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു ധനേഷ് ആ വീട്ടിലേക്ക് പോയിരുന്നത്. 2 ആഴ്ചയോളം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ധനേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനം ചില സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ തുടങ്ങിയത്. അതോടെ വാട്ടർ ടാങ്കിൻ്റെ പണി ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം നടക്കാൻ തുടങ്ങി. ചിലപ്പോൾ 2-3 ദിവസം വരെ അടുപ്പിച്ച് പണിയില്ലാത്ത സ്ഥിതി വരെ ഉണ്ടായി. രാവിലെ മാത്രമായിരുന്നു അന്നത്തെ ദിവസം പണിയുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിഞ്ഞിരുന്നത് എന്നതിനാൽ സ്വന്തം വീട്ടിലേക്ക് പോകാനും കഴിയുമായിരുന്നില്ല. അങ്ങനെ പണിയില്ലാത്തൊരു ദിവസം ധനേഷ് ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ട് തൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഒന്നും തന്നെ ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധനേഷിന് കടുത്ത വിരസത അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു നേരം ഉറങ്ങാമെന്ന് കരുതി കട്ടിലിൽ കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ചു മാറിയുള്ള ഒരു കവലയിലേക്ക് പോയപ്പോഴാണ് മനുഷ്യന്മാരെ കാണുന്നത്. തിരികെ വന്ന ശേഷം ഇതുവരെ ഒരാളെ പോലും വീടിൻ്റെ പരിസരത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. ഏകാന്തതയും വിരസതയും അവനെ വരിഞ്ഞു മുറുകാൻ തുടങ്ങി. അതിൻ്റെ മൂർധന്യത്തിൽ ധനേഷ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കുറച്ചു നേരം വെറുതെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. എന്നിട്ടും മനസ്സിനൊരു സ്വസ്ഥത കിട്ടാതെ വന്നപ്പോൾ അവൻ തൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ആ വീട്ടിലെ മറ്റു മുറികളിലും കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അപ്പോൾ മാത്രമാണ് അവൻ ആ വീടിൻ്റെ ഉൾഭാഗം പോലും നേരാംവണ്ണം ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഹാളിൻ്റെ ഒരു വശത്തേക്ക് നീണ്ടു കിടക്കുന്ന ഇടനാഴി. അതിൻ്റെ ഇരുവശങ്ങളിലും കിടപ്പുമുറികൾ. ഒരു വീട് എന്നതിനേക്കാൾ ഒരു ഹോട്ടലിന് സമാനമായ ആ നിർമ്മാണ രീതി ധനേഷിൻ്റെ ആകാംക്ഷയുണർത്തി. കുറച്ചു നേരം കൊണ്ട് അവൻ അവിടെയുള്ള ഒട്ടുമിക്ക മുറികളിലും കയറിക്കഴിഞ്ഞിരുന്നു. താൻ താമസിക്കുന്ന മുറിയൊഴികെയുള്ള മറ്റു മുറികൾ ഒന്നും തന്നെ കാലങ്ങളായി ഉപയോഗിക്കുന്നത് പോയിട്ട് തുറന്നു പോലും നോക്കാറില്ല എന്ന കാര്യം അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. അതോടെ അവൻ്റെ ആകാംക്ഷ വീണ്ടും വർദ്ധിച്ചു. അവശേഷിക്കുന്ന ഒരു മുറിയിൽ കൂടി കയറി നോക്കാൻ വേണ്ടി ധനേഷ് ഇടനാഴിയുടെ അറ്റത്തുള്ള വാതിലിനടുത്തേക്ക് ചെന്നു. അതിനു മുന്നിലെത്തിയപ്പോഴാണ് അത് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. അതോടെ അവന് അത് തുറന്നു കാണാനുള്ള ആഗ്രഹം വർദ്ധിച്ചു. അതിൻ്റെ താക്കോൽ എവിടെ കിട്ടുമെന്നായി പിന്നെ അവൻ്റെ അന്വേഷണം. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ കണ്ടെത്തുക എന്നത് അവനെ രസം പിടിപ്പിച്ചു. അതുവരെ കയറിയിറങ്ങിയ മറ്റു മുറികളിൽ വീണ്ടും കയറി ധനേഷ് താക്കോലിനായി പരതി. പക്ഷെ എത്ര തിരഞ്ഞിട്ടും ആ താക്കോൽ അവന് കണ്ടെത്താനായില്ല. അതോടെ താക്കോൽ അവിടെ ഇല്ലായിരിക്കുമെന്ന് അവന് തോന്നി. എങ്കിലും പിന്തിരിയാൻ അവന് മനസ്സ് വന്നില്ല. താക്കോൽ കിട്ടിയില്ലെങ്കിലും സാരമില്ല, ആ മുറി തുറന്നു കാണണം ധനേഷ് തീരുമാനിച്ചു. അവൻ മുറ്റത്തേക്ക് ചെന്ന് ഒരു ചെറിയ കരിങ്കൽ കഷ്ണം തപ്പിയെടുത്തു. അതിനുശേഷം തിരികെ ആ മുറിയുടെ വാതിലിനരിയിലേക്ക് ചെന്ന് ആ കരിങ്കൽ കഷ്ണം കൊണ്ട് താഴ് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു. താഴ് അത്രയൊന്നും വലിപ്പം ഇല്ലാത്തതായിരുന്നതുകൊണ്ട് 1-2 തവണ അടിച്ചു കഴിഞ്ഞാൽ അത് തകരുമെന്നാണ് അവൻ കരുതിയിരുന്നതെങ്കിലും വിചാരിച്ചതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അത് തകർക്കാൻ കഴിഞ്ഞത്. ശക്തിയായുള്ള ഒരടിയുടെ ഫലമായി താഴ് തകർന്ന് താഴേക്ക് വീണു.
വീട്ടുടമ അത് കാണുകയോ അതേപ്പറ്റി ചോദിക്കുകയോ ചെയ്താൽ എന്തു പറയണമെന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ആ സമയം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. തൻ്റെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുക എന്നതു മാത്രമായിരുന്നു അവൻ്റെ ഏക ലക്ഷ്യം. താഴ് തകർക്കാൻ കഴിഞ്ഞപ്പോൾ അവന് ഉള്ളിൽ ഒരുതരം നിർവൃതി അനുഭവപ്പെട്ടു. അവൻ വാതിൽ തുറന്ന് മുറിക്കകത്തേക്ക് കടക്കാനായി ഒരു കാൽ അകത്തേക്ക് എടുത്തു വെച്ചതും കാലങ്ങളായി അടഞ്ഞുകിടന്നിരുന്നത് മൂലമുള്ള ഒരു ദുഷിച്ച ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഒരു നിമിഷം ആ വാതിൽക്കൽ തന്നെ നിന്ന ശേഷം അവൻ ആ വാതിൽ മുഴുവനായും തുറന്നു. ഒരു ഞെരക്കത്തോടെ വാതിൽപ്പാളി ഉള്ളിലേക്ക് തുറക്കപ്പെട്ടു. എങ്കിലും ഇരുട്ടുമൂലം ധനേഷിന് മുറിയുടെ ഉൾവശം കാണാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തു തന്നെ നിന്നുകൊണ്ട് മുറിയിൽ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് കാണുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ അങ്ങനെയൊന്ന് ആ മുറിയിലുള്ളതായി തോന്നിയില്ല. ഫോൺ എടുക്കാനായി പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് അത് തൻ്റെ മുറിയിൽ വെച്ചിരിക്കുകയാണ് എന്ന കാര്യം അവൻ ഓർത്തത്. അവൻ തിരിച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു. തുറന്നു കിടന്നിരുന്ന ആ വാതിലിൻ്റെ അരികിൽ നിന്നും മാറിയപ്പോഴാണ് അവിടുത്തെ വായു എത്രമാത്രം സാന്ദ്രത കൂടിയതായിരുന്നു എന്ന കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. മുറിയിൽ നിന്നും ഫോൺ എടുത്ത ശേഷം അവൻ വീണ്ടും തുറന്നിട്ട ആ വാതിലിൻ്റെ അരികിലേക്ക് നടന്നു. നീളൻ ഇടനാഴിയിലൂടെ അവിടേക്ക് നടന്നെടുക്കും തോറും വായുവിൻ്റെ കട്ടി കൂടി വരുന്നത് അവൻ അറിഞ്ഞു. ആ വാതിലിനരികിലെത്തിയ ശേഷം ധനേഷ് ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്ത് മുറിക്കുള്ളിലേക്ക് നീട്ടി. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സാധാരണ മുറി. എങ്കിലും ആ മുറിക്ക് ജനാലകളോ എയർ ഹോളുകളോ ഒന്നുമില്ലായിരുന്നു. ധനേഷ് മുറി മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ച ശേഷം അതിനകത്തേക്ക് കയറി. വായുവിൻ്റെ കനം മൂലം അവന് ശ്വസിക്കാൻ അല്പം വിഷമം തോന്നി. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും മൂക്കിലൂടെ കട്ടി കൂടിയ എന്തോ ഒന്ന് കയറിയിറങ്ങുന്നതായി അവൻ അനുഭവപ്പെട്ടു. കുറച്ച് കഷ്ടപ്പെട്ട് തുറന്നതായതുകൊണ്ട് അത്ര പെട്ടെന്ന് മുറിക്കകത്തു നിന്നും ഇറങ്ങിപ്പോകാൻ അവന് മനസ്സ് വന്നതുമില്ല. ഫ്ലാഷും തെളിച്ചു പിടിച്ച് അവൻ ആ മുറിയിലെ ചുമരുകളും തറയും മേൽക്കൂരയും എല്ലാം നിരീക്ഷിച്ച് നടന്നു. മുറിക്കകത്ത് ഫർണിച്ചറുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കുറച്ചു നേരം നടന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് മടുപ്പ് തോന്നാൻ തുടങ്ങി. ഒന്നും തന്നെ ഇല്ലാത്ത ഈ മുറി എന്തിനു വേണ്ടിയാണ് പൂട്ടിയിട്ടത്? ബാക്കി മുറികളിൽ ഫർണിച്ചറുകളെങ്കിലും ഉണ്ട്. ഇതിനകത്ത് ഇരിക്കാൻ ഒരു കസേര പോലുമില്ല. കാര്യമായി എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിൽ അതിനകത്തേക്ക് കയറിയ ധനേഷിന് നിരാശ തോന്നി. എങ്കിലും എന്തോ ഒന്ന് അവനെ അതിനകത്തു നിന്നും പുറത്തേക്കിറങ്ങുന്നതിൽ നിന്നും തടഞ്ഞു. ജനാലയോ എയർഹോളോ ഒന്നുമില്ലാത്ത ഈ മുറി എന്തിനു വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിരിക്കുക? അവൻ്റെ മനസ്സിൽ വീണ്ടും ആകാംക്ഷ ഉണർന്നു. വെറുതെ എന്തായാലും ഇങ്ങനെയൊന്ന് ആരും നിർമ്മിക്കില്ല. ഇതിനു പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. കൂടാതെ ഈ മുറി മാത്രം താഴിട്ട് പൂട്ടിയതിനു പിന്നിലും എന്തോ കാരണമുണ്ട്. അത് കണ്ടെത്തണം. അതിനുവേണ്ടി അവൻ ആ മുറിയുടെ ചുമരുകളോട് ചേർന്ന് നടന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു. അപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാക്കിയത്. മുറിക്ക് ജനാലകളുണ്ട്. പക്ഷേ അത് പ്ലൈവുഡ് കൊണ്ട് ചുമർ പോലെ തോന്നിക്കും വിധം മറച്ച് പെയിൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എയർ ഹോളുകളുടെ കാര്യവും അങ്ങനെ തന്നെ. അത് തിരിച്ചറിഞ്ഞതോടെ ആ മുറിയെ ചുറ്റിപ്പറ്റി എന്തോ ഗൂഢരഹസ്യം നിലനിൽക്കുന്നുണ്ടെന്ന് ധനേഷിന് തോന്നാൻ തുടങ്ങി. അത് കണ്ടെത്തണം അവൻ തീരുമാനിച്ചു. ആ മുറിയുടെ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വയ്ക്കാതെ അവൻ നിരീക്ഷണം നടത്തി. പക്ഷേ തൻ്റെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഒന്നും തന്നെ പിന്നെ ധനേഷിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇനിയൊന്നും തനിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവൻ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. അതിനു മുന്നോടിയായി ഒരു അവസാനവട്ട നിരീക്ഷണം എന്ന നിലയിൽ അവൻ മുറിയുടെ ചുമരുകളിലേക്ക് ഒരിക്കൽ കൂടി നോട്ടമയച്ചു. തൻ്റെ കണ്ണുകൾ അതുവരെ കാണാതിരുന്ന ഒരു കാര്യം അപ്പോഴാണ് അവൻ കണ്ടത്. ചുമർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഒരു വാതിലായിരുന്നു. പക്ഷെ അത് തുറക്കാനായി ഒരു പിടുത്തം പോലുമില്ല. ധനേഷ് ആകാംക്ഷ അടക്കാനാവാതെ അവിടേക്ക് ചെന്നു. കട്ടി കുറഞ്ഞ മരം കൊണ്ടുള്ള വാതിലാണതെന്ന് ഒന്ന് തട്ടി നോക്കിയപ്പോൾ മനസ്സിലായി. അത് തുറക്കാൻ എന്താണ് മാർഗമെന്ന് നോക്കിക്കൊണ്ട് അവൻ അതിൻ്റെ അരികുകളിലൂടെ വിരലോടിച്ചു. അല്പനേരം അങ്ങനെ പരതി നോക്കിയപ്പോൾ അവൻ്റെ വിരലുകൾ വാതിലിൽ ചുമരിനോട് ചേർന്ന ഭാഗത്തെ നേർത്ത വിടവിൽ തടഞ്ഞു. ആ വിടവിലേക്ക് ആവും പോലെ വിരലുകൾ തള്ളിക്കയറ്റിയ ശേഷം അവനത് തുറക്കാനായി ശ്രമിച്ചു. ആദ്യത്തെ ശ്രമത്തിൽ വിരലുകൾ വേദനിച്ചതല്ലാതെ വാതിൽ തുറക്കാനായില്ല. എങ്കിലും ഏതാനും തവണ അത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ പതിയെ ഇളകാൻ തുടങ്ങി. ആണിവെച്ച് അടിച്ചുറപ്പിച്ചിരുന്ന വാതിൽ ഏറെ നേരത്തെ ശ്രമഫലമായി തുറക്കപ്പെട്ടു. ധനേഷ് പതിയെ അത് പൂർണ്ണമായും തുറന്ന ശേഷം അകത്തേക്ക് തല നീട്ടി നോക്കി. ഒരു മുറിയായിരുന്നു അവൻ അവിടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചുമരിൽ നിന്നും ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഷെൽഫ് പോലെയുള്ള ഒരു ഭാഗമായിരുന്നു അത്. പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും വിഭിന്നമായിരുന്നു അതെന്നതിനാൽ അവൻ്റെ കണ്ണുകൾ അല്പം ചുരുങ്ങി. ഫ്ലാഷ് ഓൺ ചെയ്തു പിടിച്ചിരുന്ന ഫോൺ ധനേഷ് ആ ഷെൽഫിൻ്റെ ഉൾവശത്തേക്ക് നീട്ടി. അതിനുള്ളിൽ ഒരു ചെറിയ കബോർഡ് ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. അവനത് മെല്ലെ തുറന്നു നോക്കി. ബോക്സിനുള്ളിൽ കടലാസിൽ പൊതിഞ്ഞ എന്തോ ഒന്നുണ്ടായിരുന്നു. ധനേഷ് ആ കടലാസ് പൊതി കൂടി തുറന്നു നോക്കി. അതിനുള്ളിലുണ്ടായിരുന്ന വസ്തു ഫോണിലെ ഫ്ലാഷ് ലൈറ്റേറ്റ് തിളങ്ങിയിരുന്നതിനാൽ ആദ്യ കാഴ്ചയിൽ അതെന്താണ് എന്ന് ധനേഷിന് മനസ്സിലായില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മെഴുകുകൊണ്ട് നിർമ്മിച്ച ഒരു മുഖംമൂടിയാണ് അതെന്ന് അവന് മനസ്സിലായത്. അങ്ങേയറ്റം ജിയോസുറ്റ ആ മുഖംമൂടി കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ നേർപതിപ്പായിരുന്നു അത്. മെഴുകിൻ്റെ നിറത്തിനു പകരം മനുഷ്യചർമ്മത്തിൻ്റെ വർണ്ണമായിരുന്നു അതിനെങ്കിൽ ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ മുഖം അറുത്തെടുത്തു വെച്ചതാണ് അതെന്ന് തോന്നിപ്പോകുമായിരുന്നു.
ആ മുഖം മൂടി കയ്യിലെടുത്ത് ധനേഷ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നല്ലപോലെ പരിശോധിച്ചു. ഒരു മനുഷ്യമുഖത്തിൽ ഉണ്ടാകാവുന്ന നേർത്ത ചുളിവ് പോലും അതിൽ വ്യക്തമായി കാണാമായിരുന്നു. ഇത്തരം ഒരെണ്ണം നിർമ്മിക്കണമെങ്കിൽ ആ ശില്പി എത്ര പ്രഗത്ഭനായിരിക്കണം, അവൻ ചിന്തിച്ചു. എങ്കിലും എന്തോ ഒന്ന് അവനെ ഭയപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഒരു വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ട വീട്ടിലെ ഇരുട്ടുമുറിയിൽ തനിച്ചാണ് എന്നത് മാത്രമായിരുന്നില്ല ആ ഭയത്തിന് പിന്നിലെ കാരണം. തനിക്കൊപ്പം മറ്റാരുടെയോ സാന്നിധ്യം ആ മുറിക്കുള്ളിൽ ഉള്ളതായി ധനേഷിന് തോന്നാൻ തുടങ്ങി. ആ തോന്നലിന് കാരണം തൻ്റെ കയ്യിലിരിക്കുന്ന മുഖം മൂടിയാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. ഒരു മനുഷ്യൻ്റെ മുഖത്തിനോടുള്ള അതിൻ്റെ അസാധാരണമായ സാമ്യം മൂലം തൻ്റെ മനസ്സ് ഇവിടെ മറ്റൊരാൾ കൂടിയുണ്ട് എന്ന ധാരണയിലെത്തിയിരിക്കുമെന്നവൻ ചിന്തിച്ചു. എന്തു തന്നെയായാലും കാണുമ്പോഴുള്ള മനോഹാരിതയ്ക്കപ്പുറം ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഈ മുഖം മൂടിയിലുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ പിന്നിലെ കാരണം അവന് മനസ്സിലായത്. ആ മുഖം മൂടിയുടെ ഭാവം ഒരു മനുഷ്യൻ ഭയത്താലും വേദനയാലും പുളയുന്നതിന് സമാനമായിരുന്നു അത്. ഇത്രയും മനോഹരമായി നിർമ്മിക്കാൻ അറിയാമെങ്കിൽ സന്തോഷം തുളുമ്പുന്ന ഒരു മുഖം നിർമ്മിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് വേദനയും ഭയവും പേറുന്ന ഒരു ഭാവം അതിന് നൽകിയത്? അവൻ ചിന്തിച്ചു. മുഖം മൂടിയുടെ ആ ഭാവം തന്നിൽ സൃഷ്ടിച്ച ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ധനേഷ് അത് തിരിച്ച് അതിൻ്റെ ഉൾവശത്തേക്ക് നോക്കി. ആ ഭാഗത്ത് ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ മുഖം മൂടിയുടെ ഭാവം സൃഷ്ടിച്ച ഭയം അതേപോലെ തന്നെ അവൻ്റെ ഉള്ളിൽ തങ്ങി നിന്നു. കുറച്ചു നേരം അതങ്ങനെ തിരിച്ചു പിടിച്ചു നിന്നപ്പോൾ ഉണ്ടായ ഒരു തോന്നലിൽ ധനേഷ് ആ മുഖം മൂടി സ്വന്തം മുഖത്തോട് ചേർത്തു വെച്ചു. അതവൻ്റെ മുഖചർമ്മത്തിൽ സ്പർശിച്ചതും വല്ലാത്തൊരു പൊള്ളൽ ധനേഷിന് അനുഭവപ്പെട്ടു. ഒപ്പം എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം ആ മുഖം മൂടി അവൻ്റെ മുഖത്തിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു. മെഴുകുരുകി സ്വന്തം മുഖചർമ്മത്തിനുള്ളിലേക്ക് അലിഞ്ഞു ചേരുന്നതിന് സമാനമായിരുന്നു ആ വേദന. പൊള്ളലിനൊപ്പം ആരുടെയോ ഉറക്കെയുള്ള അലർച്ചയും അവൻ്റെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ മുഖം മൂടി വേർപ്പെടുത്താൻ കഴിഞ്ഞ ശേഷമാണ് അതിനെല്ലാം ശമനമുണ്ടായത്. അതെടുത്ത് മാറ്റിയ ഉടനെ ധനേഷ് ആദ്യം നോക്കിയത് കണ്ണാടിയിലേക്കാണ്. മുഖത്ത് പൊള്ളൽ മൂലം വൈരൂപ്യം സംഭവിച്ചു കാണുമെന്ന ഭയമുണ്ടായിരുന്നെങ്കിലും കണ്ണാടിയിൽ കണ്ട സ്വന്തം പ്രതിബിംബം അവനെ ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അതിശയിപ്പിക്കുക കൂടി ചെയ്തു. ആ പൊള്ളലും അലർച്ചയും വെറും തോന്നലാണ് എന്ന് കരുതാൻ കഴിയാത്ത വിധം യാഥാർത്ഥ്യമായാണ് അനുഭവപ്പെട്ടത്. മുഖത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുറപ്പിക്കാൻ വേണ്ടി ധനേഷ് വിരലുകൾ കൊണ്ട് സ്വന്തം മുഖമൊന്ന് തടവി നോക്കി. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതിൽ അവൻ ആശ്വസിച്ചു. പക്ഷേ ധനേഷ് അറിയാത്തൊരു മാറ്റം അതിനോടകം അവൻ്റെ ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അവൻ വേഗം തന്നെ ആ മുഖം മൂടി അത് ഇരുന്നിരുന്ന പെട്ടിയിൽ തന്നെ പൊതിഞ്ഞു വെച്ച ശേഷം ഷെൽഫ് അടച്ച് മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അടച്ചുപൂട്ടിയ ആ മുറിയിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നതുകൊണ്ടും കട്ടി കുറഞ്ഞ വായു അനായാസം ശ്വസിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ധനേഷിന് ഉടനെ തന്നെ ആശ്വാസം അനുഭവപ്പെട്ടു. താൻ അല്പം മുമ്പ് തകർത്ത നിലത്ത് വീണ് കിടന്നിരുന്ന താഴെടുത്ത് ധനേഷ് ആ മുറിയുടെ വാതിലിൽ കൊളുത്തിയിട്ടു. അതിനുശേഷം അവൻ നേരെ പോയത് തൻ്റെ മുറിയിലേക്കായിരുന്നു. ഇടനാഴിയിലൂടെ മുറിയിലേക്ക് നടക്കുന്ന നേരത്ത് കഠിനമായ ക്ഷീണം മൂലം ധനേഷിൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ പാടെ അവൻ കട്ടിലിലേക്ക് വീണു. ഉടനെ തന്നെ ബാഹ്യലോകത്തെ ഒന്നും തന്നെ അറിയാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ഉറക്കം അവനെ പുൽകി. എങ്കിൽ കൂടിയും ആ ഉറക്കം സുഖകരമായിരുന്നില്ല. ഭയവും വേദനയും മാത്രം നിറഞ്ഞ ദുസ്വപ്നങ്ങൾ അവനെ ഉറക്കത്തിൽ വേട്ടയാടി. അവൻ കട്ടിലിൽ കിടന്ന് ഞെരിപിരി കൊണ്ടു. ഇടയ്ക്ക് സ്വപ്നത്തിൽ അവൻ ചിത്രം വരയ്ക്കുന്ന ഒരു യുവാവിനെ കണ്ടു. അയാൾ ക്യാൻവാസിൽ മനോഹരമായൊരു ചിത്രം വരയ്ക്കുകയാണ്. പെട്ടെന്ന് ആരോ ഒരാൾ അവിടേക്ക് കടന്നു വന്ന യുവാവിനെ കൂർത്ത കത്തിക്കൊണ്ട് ആഞ്ഞുകുത്തി. അയാൾ ജീവനു വേണ്ടി പിടയുമ്പോൾ അയാളുടെ മുഖത്തേക്ക് തിളച്ച മെഴുകൊഴിച്ചു. ആ മെഴുക് അയാളുടെ മുഖത്ത് പറ്റിച്ചേർന്നു. ആക്രമി അയാളുടെ മരണം ഉറപ്പാക്കിയ ശേഷം കടന്നുപോയി. ഉരുകി വീണ മെഴുക് കട്ട പിടിച്ചു. ശരീരം ജീർണിച്ചു തുടങ്ങി. മെഴുക് അയാളുടെ മുഖത്തിൻ്റെ അതേ ആകൃതിയിൽ ഒരു മുഖം പോലെയായി ഊർന്നു വീണു. കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ധനേഷ് എങ്ങനെയോ നേരം വെളുപ്പിച്ചെടുത്തു. അടുത്ത ദിവസം രാവിലെ ഉണർന്ന പാടെ അവൻ ഹൗസ് ഓണറെ വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് അയാൾക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. താൻ വീട് വാങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല എന്നും വാടകയ്ക്ക് ആവശ്യമുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് നൽകിയതാണ് എന്നും പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറി. അതോടെ അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നതായി ധനേഷിന് തോന്നി. അവൻ അല്പം അകലെയുള്ള ചായക്കടയിലേക്ക് ചെന്നു. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് കടയിൽ തിരക്കൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ നിന്നുമാണ് നിത്യവും ഭക്ഷണം കഴിക്കുന്നത് എന്നതുകൊണ്ട് ധനേഷ് കടക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. എന്താ മോനെ ഇത്ര നേരത്തെ? ധനേഷിനെ കണ്ട് കടക്കാരൻ ചോദിച്ചു. ഒന്നും അടിച്ച ശേഷം ധനേഷ് തനിക്കുണ്ടായ അനുഭവം കടക്കാരനോട് പറഞ്ഞു. അത് കേട്ട് അയാൾ അമ്പരപ്പോടെ ധനേഷിനെ നോക്കി. മോൻ ഇനി അവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് വീട് മാറുന്നതാണ് നല്ലത്, അയാൾ പറഞ്ഞു. എന്താണ് കാര്യമെന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് അയാൾ ആ സംഭവം പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ ഒരു ചിത്രകാരൻ താമസിച്ചിരുന്നു. അയാൾ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ അച്ഛൻ അവരുടെ പ്രണയത്തിന് എതിരായിരുന്നു. ചിത്രകാരൻ അയാളുടെ പ്രണയത്തിൽ നിന്നും പിന്മാറുകയില്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു രാത്രി അയാളെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി. ആ സംഭവത്തിന് ശേഷം പിന്നെ ആരും ആ വീട്ടിൽ സ്ഥിരമായി താമസിച്ചിട്ടില്ല. വിചിത്രമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ
അന്ന് രാത്രി ആ വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതിൽ ചിത്രകാരൻ്റെ ഡെഡ് ബോഡി മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഇതേക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത മോൻ എങ്ങനെ ഈ സ്വപ്നം കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും മോൻ ഇനി അവിടെ നിൽക്കണ്ട, കടക്കാരൻ പറഞ്ഞു. അത് കേട്ടതോടെ ധനേഷിൻ്റെ മുട്ടു വിറയ്ക്കാൻ തുടങ്ങി. തിരികെ ആ വീട്ടിലേക്ക് പോകാൻ അവന് ഭയം തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ തിരികെ വീട്ടിലേക്ക് ചെന്നു. താൻ ഉപയോഗിക്കുന്ന മുറിയിലേക്ക് ചെന്ന് അവൻ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ബാഗിലാക്കി. അപ്പോഴെല്ലാം ആരോ തനിക്കൊപ്പം ഉള്ള പോലെ ഒരു തോന്നൽ അവനുണ്ടായി. ആ തോന്നലിനെ അവഗണിച്ചുകൊണ്ട് ധനേഷ് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. ആ സമയം ഇരുട്ടുമുറിക്കുള്ളിലെ ഷെൽഫിലിരിക്കുന്ന മുഖം മൂടിയുടെ ഭാവം ഭയത്തിൽ നിന്നും ക്രൂരമായ പുഞ്ചിരിയായി മാറി. ബൈക്കിൽ കയറിയ ശേഷം ധനേഷ് വണ്ടി ഒറ്റ വിടലായിരുന്നു. സ്വന്തം വീടെത്തുന്നതുവരെ പിന്നെ അവൻ വണ്ടി ഒന്ന് നിർത്തുക പോലും ചെയ്തില്ല. ആ വീട്ടിൽ നിന്നും പോന്നതോടെ ഇനി കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് ധനേഷ് കരുതിയത്. പക്ഷേ അടുത്ത ഒരാഴ്ചത്തേക്ക് നേരാം വണ്ണം ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധം ദുസ്വപ്നങ്ങൾ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പകൽ ചില സമയങ്ങളിൽ അവൻ താൻ ആരാണെന്ന് മറന്നുപോകുന്ന സ്ഥിതി വരെ ഉണ്ടാവാൻ തുടങ്ങി. താൻ ആരാണെന്നും എന്താണെന്നുമുള്ള ബോധം അവനിൽ നിന്നും പതിയെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. അതിനിടെ ഒരു ദിവസം തൻ്റെ മുറിയിലിരിക്കവേ ധനേഷ് പെട്ടെന്ന് സുബോധത്തിലേക്ക് വന്നു. അപ്പോഴാണ് തൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകവും പെൻസിലും അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പോഴും ആ പുസ്തകത്തിൽ മനോഹരമായൊരു ചിത്രം പെൻസിൽ ഉപയോഗിച്ച് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ചെയ്യുന്നത് തൻ്റെ കൈയാണ് എന്ന കാര്യം അവന് വിശ്വസിക്കാനായില്ല. ഒരു ഞെട്ടലോടെ ധനേഷ് ആ പുസ്തകവും പെൻസിലും ദൂരേക്ക് തട്ടിയെറിഞ്ഞു. അതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചിന്ത അവൻ്റെ മനസ്സിനെ ആദിയായി ബാധിച്ചു. തിരികെ അവിടേക്ക് പോകണം, ആ മുഖം മൂടി നശിപ്പിക്കണം. അതൊരു മന്ത്രം പോലെ അവൻ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ആ ഒരു തോന്നലിൽ ധനേഷ് തൻ്റെ ബൈക്കുമെടുത്ത് പുതുനെല്ലൂർ ഗ്രാമത്തിലേക്ക് തിരിച്ചു. അവിടെ താൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ മുന്നിലെത്തി അവൻ ബൈക്ക് നിർത്തി. താൻ പോയതിനു ശേഷം ആ വീട് ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ ധനേഷിന് മനസ്സിലായി. വാടക കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ വീടിൻ്റെ താക്കോൽ അപ്പോഴും അവൻ്റെ പക്കൽ തന്നെയുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവൻ മുൻവാതിൽ തുറന്ന് അകത്ത് കയറി. അവൻ്റെ കാലുകൾ ജനാലയും എയർഹോളുമില്ലാത്ത ആ ഇരുട്ടുമുറി ലക്ഷ്യമാക്കി നടന്നു. ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്ത് അവൻ ആ മുറിക്കകത്തേക്ക് കയറി. ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ആ മുഖം മൂടി കയ്യിലെടുത്തു. അപ്പോൾ കണ്ട ആ മുഖം മൂടിയുടെ ഭാവമാറ്റം അവനിൽ നടുക്കം സൃഷ്ടിച്ചു. അതോടെ മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ധനേഷ് ആ മുഖം മൂടി നിലത്തേക്കിട്ട് കയ്യിൽ കരുതിയിരുന്ന മണ്ണെണ്ണ അതിലേക്ക് ഒഴിച്ച ശേഷം മുഖം മൂടിക്ക് തീ കൊളുത്തി. ആ സമയം തൻ്റെ മുഖത്തിൻ്റെ ഭാഗമായ എന്തോ ഒന്ന് മുഖത്തു നിന്നും അടർത്തി മാറ്റുന്നതിന് സമാനമായ ഒരു വേദന അവൻ അനുഭവപ്പെട്ടു. നിമിഷനേരം കൊണ്ട് മുഖം മൂടി ഉരുകി ആകൃതി നഷ്ടപ്പെട്ട് തറയിൽ പറ്റിച്ചേർന്നു. തന്നിൽ നിന്നും വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയത് ധനേഷ് അറിഞ്ഞു. മുറിയിലെ കട്ടികൂടിയ വായു പോലും അവന് അനായാസേന ശ്വസിക്കാൻ സാധിച്ചു. ആശ്വാസത്തോടെ അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഒരു നിമിഷം തറയിൽ കട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന മെഴുകും നോക്കി നിന്ന ശേഷം ധനേഷ് ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. താൻ പഴയ താനായി മാറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ആശ്വാസത്തോടെ അവൻ ബൈക്കിൽ കയറി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. ബൈക്ക് ദൂരേക്കകലുമ്പോൾ ഇരുട്ടുമുറിക്കുള്ളിലെ തറയിൽ മെഴുകുരുകി വീണ്ടും മനുഷ്യമുഖത്തിൻ്റെ രൂപം പ്രാപിച്ചു. മറ്റൊരു ഇരയുടെ വരവിനായി അത് കാത്തു കിടന്നു.